എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഹണി റോസിനെ പോയി അജയ് കാണുന്നുണ്ട്. അജയ് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്താണെങ്കിലും നിന്നോടൊപ്പമുള്ള ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ കാലം നമ്മൾ ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചു. പക്ഷേ എനിക്കിപ്പോൾ ഒരു ഭാര്യയുണ്ട്. എൻ്റെ ഭാര്യ ഇട്ടിട്ട് എനിക്ക് ബാംഗ്ലൂർ വന്ന് സെറ്റിൽ ആവാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഹണി റോസ് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് അജയ് പറഞ്ഞു, അതെ നമ്മുടെ രണ്ടിനെയും ജോയിൻ്റ് അക്കൗണ്ടിൽ കുറച്ച് പണം ഇട്ടിട്ടുണ്ടല്ലോ. ആ മാർവാടിയുടെ കയ്യിൽ നിന്ന് മേടിച്ച പണം, ആ പണം എനിക്ക് തിരികെ തരണം. എന്നിട്ട് എനിക്ക് എൻ്റെ കടബാധകളൊക്കെ തീർക്കണമെന്ന് പറയണം. എനിക്കിതിൽ നിന്ന് തലി ഉരുണമെന്ന് പറയാം. കാരണം ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ച പണമാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതൊട്ടും സഹിച്ചില്ല ഹണി റോസിന്. പിന്നീട് അജയ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും മരിയ പറഞ്ഞു, കണ്ടില്ലേ അവൻ പറഞ്ഞിട്ട് പോയത്, ഇപ്പം അവന് നിന്നെ വേണ്ട പോലും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹണി റോസ് പറഞ്ഞു, ഞാൻ അവനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് പറയണം. അല്ല നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. അവനെ അങ്ങനെ പെട്ടെന്ന് പണം ഞാൻ കൊടുക്കത്തില്ല. ജോയിൻ്റ് അക്കൗണ്ടിലല്ലേ പണം കിടക്കുന്നത്. ഞാനും കൂടെ വിചാരിച്ചാൽ മാത്രം ആ പണം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവനിപ്പം ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയാണ്. അവനെ വെച്ച് ഞാനൊരു കളി അങ്ങോട്ട് കളിക്കാൻ പോവാം. 3-4 വർഷം ലിവിങ് ടുഗദറായിട്ട് ജീവിച്ചിട്ട് ഇപ്പം അവൻ എന്നെ തടഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ നോക്കുന്നു. ഈ ഹണി റോസ് ആരാന്ന് അറിയത്തില്ല. എൻ്റെ കാൽച്ചൂട്ടിലേക്ക് അവനെ ഞാൻ കൊണ്ടുവരും. മാർവാടി അവനോട് പൈസ ചോദിച്ചോ തുടങ്ങിക്കോളൂ. അപ്പോഴവൻ പഠിച്ചോളൂ എന്ന് പറയാണ്. അവൻ എത്രത്തോളം വരെ പോകുന്ന ഞാൻ നോക്കട്ടെ എന്ന് പറയാം. മരിയ പറഞ്ഞു, സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. സൈമൺ അച്ചായനാണെങ്കിൽ നിൻ്റെ കാര്യത്തിൽ നല്ല പ്രതീക്ഷയിലാന്ന് പറയാം. അതെനിക്കറിയാം. പക്ഷേ ഇപ്പം എനിക്ക് എന്തായാലും അങ്ങോട്ട് ബാംഗ്ലൂർക്ക് തിരിച്ചു പോയാലേ മതിയാവുള്ളൂ. അവൻ എൻ്റെ കാലിച്ചൂട്ടിലേക്ക് വരണം. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണമെന്ന് പറയാണ്. അവനെ ഞാനിങ്ങനെ വെറുതെ വിടുന്നില്ല. ആ നിരഞ്ജനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മരിയ പറഞ്ഞു, നിന്റെ കയ്യിലും തെറ്റുണ്ട്. അല്ല അവളെ വിവാഹം കഴിച്ചോളാനായിട്ട് നീ തന്നെയല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് ഞാൻ ഓർത്തോ അജയ് ഇങ്ങനെ പണിയുമെന്നുള്ള കാര്യം? ഞാൻ കരുതി ഞാൻ പറയുമ്പോഴത്തേനും അവൻ ബാംഗ്ലൂർക്ക് വരും സെറ്റിലാവും എന്നൊക്കെയല്ലേ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത്രമാത്രം അവളോട് പ്രേമമാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു പറയണം. ഇതൊക്കെ നീ മനസ്സിലാക്കണമായിരുന്നു പറയണം. ഇനി സൈമണാച്ചായൻ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയുന്നത് ചോദിക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. തൽക്കാലത്തേക്ക് മരിയ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് അവൾ ഹണി റോസ് പറയാണ്. ഈ സമയത്ത് ജാനകി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. കാരണം കേസ് കൊടുക്കണം. തൻ്റെ അമ്മയ്ക്ക് ഇനിയിപ്പോൾ ഓർമ്മശക്തി പെട്ടെന്ന് തിരികെ കിട്ടുമെന്ന് തോന്നില്ല. തമ്പിയെ ഒരു പാഠം പഠിപ്പിക്കണം. പിന്നീട് അബിയുടെ അടുത്ത് എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയണം. അബിയേട്ടാ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചെന്ന് പറയണേ. എന്ത്? നമുക്ക് കേസ് കൊടുക്കണമെന്ന് പറയണം. കേസ് കൊടുക്കാനോ? അതെ, ആ തമ്പിക്കെതിരെ. അല്ല തമ്പിക്കെതിരെ എങ്ങനെ കേസ് കൊടുക്കുന്നത്? കേസ് കൊടുത്താൽ പോലും നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? വിസ്തരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വാ തുറന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അതില്ല, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കുമെന്ന് പറയാം. അതെങ്ങനെ? നീ ആ അമ്മയുടെ മോളായിട്ട് നിന്നാണോ ശബ്ദിക്കാൻ പോകണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അപർണ പറഞ്ഞു, അപർണയല്ല ജാനകി പറഞ്ഞു, തൽക്കാലത്തേക്ക് അങ്ങനെയല്ല. കണ്ടോ ഞാൻ എങ്ങനെയാണ് കേസ് കൊടുക്കാൻ പോകുന്നതെന്ന്. ഞാൻ നിരഞ്ജനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവാം. നിരഞ്ജനോട് പറഞ്ഞിട്ട് നിരഞ്ജനോട് കേസ് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കും. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അഭി പറഞ്ഞു, അല്ല തീരുമാനിച്ചുറപ്പിച്ചിട്ട് മതി ഇതിനകത്തേക്ക് എടുത്തിയാടുന്നതെന്ന് പറയണം. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. എൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടിയാൽ മതിയാവുള്ളൂ. എൻ്റെ അമ്മ ഇത്രയും കാലം അനുഭവിച്ചാൽ ഞാൻ അയാളെ കൊണ്ട് എണ്ണി കണക്ക് പറയിക്കുമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തമ്പി അറിയട്ടെ എന്തായാലും എങ്ങനെയാന്നൊക്കെ തമ്പി അറിയട്ടെ എന്ന് പറയാണ്. പിന്നീട് ജാനകി നേരെ നിരഞ്ജനെ കാണുവാണ്. നിരഞ്ജനെ കണ്ടു കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. തമ്പിക്കെതിരെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പറയാണ്. ആദ്യം നിരഞ്ജനയ്ക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അതിനുശേഷമാണ് ജാനകി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ പറയുന്ന തമ്പി ഉണ്ടല്ലോ അയാൾ എൻ്റെ അച്ഛനാന്നുള്ള കാര്യമൊക്കെ പറയണം. ഇത് കേട്ടിപ്പോൾ നിരഞ്ജന ശരിക്കും ഞെട്ടിപ്പോയി. നിരഞ്ജന ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. പിന്നീടാണ് ജാനകി കഥ പറയുന്നത്, അമ്മയുടെ കഥ. അമ്മ ഇങ്ങനെ അവസ്ഥയെപ്പെട്ടു പോകാനുള്ള കാരണം ഇത്രയും നാളും ഞാനത് ആരോടും തുറന്നു പറഞ്ഞില്ല. എൻ്റെ അമ്മയ്ക്ക് ഓർമ്മശക്തി തിരികെ കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചേ. പക്ഷേ അതിനി ഉടനെ ഒന്നും ഉണ്ടാവുന്ന സാധിക്കുമെന്ന് അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. ആ തമ്പിയെ കൊണ്ട് തന്നെ ഞാൻ കണക്ക് പറയിക്കുമെന്ന് പറയാണ്. നിരഞ്ജന പറഞ്ഞ്, ജാനിയടുത്ത് വിഷമിക്കേണ്ട, എന്തിനു വേദന ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ഇനി കേസെങ്കിൽ കേസ്, ഈ കേസ് ഞാൻ ഏറ്റെടുത്തോളാന്ന് പറയണം. പിന്നീട് അബി എന്ത് ചെയ്യണം, തമ്പീനെ വിളിക്കുകയാണ്. തമ്പീനെ വിളിച്ചിട്ട് തമ്പിക്കൊരു ക്ലൂ കൊടുക്കുകയാണ്. തമ്പി നീ ഇത്രയും നാളും കളിച്ചു, ഇനിയിപ്പം ഞങ്ങളാ കളിക്കാൻ പോകുന്നതെന്ന് പറയണം. നിങ്ങൾ ചതിച്ച പെൺകുട്ടികളുടെ കൂട്ടത്തിൽ കുറേ പെൺകുട്ടികളുണ്ടെന്ന് അറിയാം, കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നറിയാം, കുറേ സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവരൊരുത്തി വന്നിട്ടുണ്ടെന്ന് പറയാണ്, നിങ്ങളുടെ പതനം കാണാൻ വേണ്ടിട്ടെന്ന് പറയാണ്. ഇത് കേട്ടുകഴിയുമ്പോൾ തമ്പിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് തമ്പിയോട് പറഞ്ഞു, നിങ്ങളിനി അതേ കാലം സ്വസ്ഥതയുടെ സമാധാനത്തോടെ ജീവിക്കത്തില്ല. നിങ്ങൾ ചെയ്ത് കൂട്ടിയ
ദ്രോഹങ്ങൾക്കല്ല ഇനി നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരുമെന്ന് പറയാണ്. അത് കിട്ടിയ തമ്പി പറഞ്ഞു, നീ എന്തൊക്കെയാണ് അബി പറയണമെന്ന് ചോദിക്കാം, നമുക്ക് കാണാം. നിങ്ങൾക്കെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണായിട്ട് തീരുമാനം എന്ന് പറയണേ. കേസിന് പോകാനോ? നീ എന്തൊക്കെയാ പറയണേ? നീ എനിക്കെതിരെ എന്തിനാണ് കേസിന് പോകുന്നതെന്ന് ചോദിക്കാം. ഞാനല്ല, നിങ്ങൾ വലിച്ചെറിഞ്ഞ കുറേ സ്ത്രീകളുണ്ടല്ലോ, അപ്പോൾ അവർ തന്നെ സംഘടിക്കുവാണെങ്കിൽ തന്നെ ഒരു പട കാണുമായിരിക്കും. പക്ഷെ അതല്ല, നിങ്ങൾക്കെതിരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുമായിട്ട് ഒരാൾ വരുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ തമ്പി ഓർത്തു, എന്തൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നീട് തമ്പിയോട് പറഞ്ഞു, അതാരാ വരാൻ പോകുന്നതെന്നറിയാവോ? സാക്ഷാൽ രാധാമണി തന്നെ വരാൻ പോണേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി ഞെട്ടി, രാധാമണിയോ? അതെ, നിങ്ങൾക്കെതിരെ കേസുമായിട്ട് വരാൻ പോകുന്ന രാധാമണിയാന്ന് പറയണം. ഇത്രയും കാലം നിങ്ങളങ്ങനെ സൂചിച്ച് ജീവിച്ചില്ലേ, അപ്പം ഇനി നിങ്ങൾ കുറച്ച് നാൾ കേസും കൂട്ടായിട്ട് അങ്ങ് നടക്കുക, നിങ്ങളെ പൂട്ടിയിട്ട് രാധാമണി പോകത്തുള്ളൂ എന്ന് പറയണം. അത് കേട്ടതും തമ്പിയുടെ ഞെട്ടലുണ്ടായി. ഭഗവാനെ പെട്ടല്ലോ എന്നൊരു ചിന്ത. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ പറഞ്ഞ് ശരിയായിരിക്കും, ആ രാധാമണിയെ ഇവൻ കണ്ടു കാണുമായിരിക്കും. ദൈവമേ, അങ്ങനെ വിശ്വത്തിൻ്റെ അമ്മയാണല്ലോ, താൻ പെട്ടല്ലോ എന്നൊരു ചിന്ത വരുവാണ്. അങ്ങനെ തമ്പി സമനില ഏറ്റിരിക്കുകയാണ്. ഈ സമയത്ത് സക്കീർ വക്കീലിനെ പോയി അബി കാണുന്നുണ്ട്. അബി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയണം വക്കീലിനോട്. ഇന്ന പോലെയാണ് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നത്, രാധാമണിയാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഇത് കേട്ട് സക്കീർ വക്കീൽ പറഞ്ഞു, അന്നെങ്കിൽ അയാൾ വെരുകിനെ പോലെ ഓടാൻ തുടങ്ങി കാണുമായിരിക്കും എന്ന് പറയണം. അതെ, അയാൾ എന്താണെങ്കിലും കിടന്ന് ശരിക്കും നെട്ടോട്ട് ഓടാൻ തുടങ്ങുമെന്ന് പറയണം. അയാൾക്കിനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും എന്ന് പറയണം. ഈ സമയത്ത് തമ്പി വല്ലാത്ത വിഷമത്തിലിരിക്കുക. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് വന്നു. അപർണ വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛൻ എന്താ വല്ലായിരിക്കണം എന്നൊക്കെ ചോദിക്കുകയാണ്. അച്ഛനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ജാനകി എവിടെയാണെന്ന് കണ്ടെത്തണമെന്ന്. എന്നിട്ടോ അച്ഛൻ അതുപോലെ കണ്ടെത്തിയോന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പിക്ക് ഒരു മനസ്സിലൊരു ഐഡിയ തോന്നി, എപ്പോഴാണെങ്കിലും ഇവിടെ സത്യങ്ങളൊക്കെ അറിയും, അതിനു മുമ്പ് ഒരു ട്രിക്ക് ഇറക്കണം. പിന്നീട് തമ്പി പറഞ്ഞു, ഇടി മോളെ, ഈ പറയുന്ന ജാനകി ഉണ്ടല്ലോ, അവളുടെ അമ്മയുടെ പുറകെ ആയിരുന്നില്ലെന്ന് പറയണം. പിന്നെയോ എൻ്റെ പുറകെ ആയിരുന്നു പറയാം. അച്ഛൻ്റെ പുറകെ? അച്ഛൻ്റെ പുറകെ എന്തിനാ അവൾ വന്നതെന്ന് ചോദിക്കും. ഇതേ, അവൾ എവിടുന്നോ പോയി ഒരു സ്ത്രീയെ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നിട്ട് പറയാം അത് എൻ്റെ ഭാര്യയായിരുന്നത്, അതിനകത്തൊരു മോനൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അത് മാത്രമല്ല 10 ലക്ഷം രൂപ ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് അവർ ഓഫർ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ തമ്പി ഒരു നുണ അങ്ങോട്ട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അപർണ വെച്ചു, സത്യമാണോ അച്ഛാ പറയണേ? ഞാനിതിനെ മോളെ നിന്നോട് കള്ളത്തരം പറയണേ. അതെ, അവൾ അവരുമായിട്ട് ചേർന്നിട്ട് കള്ളപ്പരാതി കൊടുക്കും എനിക്കെതിരെ. ഈ ജാനകിയാണ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അത് അബി എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ തീരുമാനം എന്ന് പറയണേ. ഇതേ മോളെ, എങ്ങനെയെങ്കിലും ഇതേ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ആ ആകെപ്പാടെ പ്രശ്നമാവും, അവർക്ക് വേണ്ടിയത് പണമാണെന്ന് പറയാണ്. അത് കേട്ടാ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അച്ഛാ, അവളെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പം അതാണല്ലേ അച്ഛൻ്റെ പഴയ കാല ഫോട്ടോയൊക്കെ അവൾ വെച്ച് കളിച്ചല്ലേന്ന് ചോദിക്കണം. അതെ, അതിനുവേണ്ടി അവൾ ഭയങ്കര നാടകം തന്നെയാണ് കളിച്ച മോളെ. ഇതേ, നിൻ്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ശരിക്കും ഇതൊരു കള്ളത്തനം തന്നെയാണ്. പക്ഷെ കേൾക്കുന്നവരൊക്കെ എന്ത് വിചാരിക്കും? എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് അവളുടെ തീരുമാനം എന്ന് പറയാണ്. ഇത് കേട്ടിപ്പോൾ അപർണ, ഞാൻ കൈകാര്യം ചെയ്ത ആളത് എങ്ങനെയാന്ന് അവളെ ഞാനിന്ന് കാണുന്നുണ്ട്, അച്ഛനെതിരെ കേസ് കൊടുക്കട്ടെ, അപ്പം ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കോളാം, ഞാൻ തന്നെ അവളെ കൂട്ടി പണി കൊടുത്തോളാം എന്നൊക്കെ അപർണ പറയാണ്. പക്ഷെ അപർണയ്ക്ക് അറിയത്തില്ലല്ലോ കാര്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന്. കാരണം ഈ പറയുന്ന തമ്പിയുടെ രാധാമണിയുടെ മോളാണ് ജാനകി എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാനകി തോൽപ്പിക്കാൻ വേണ്ടി തൻ്റെ അച്ഛനെ തന്നെ ഇപ്പോൾ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളപ്പരാതി കൊടുക്കുകയെന്നാ, ആ സ്ത്രീയുമായിട്ട് അച്ഛൻ്റെ ഒരു ബന്ധമില്ലെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപർണ അവസാനം അങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ജാനകിയെ വെല്ലുവിളിക്കുന്നുണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ അച്ഛനെതിരെ കേസ് കൊടുക്കാനായിട്ട് നീ ഏതോ ഒരു സ്ത്രീയെ കൂട്ടുപിടിച്ചിട്ട് ഇറങ്ങുന്നത് ഞാൻ അറിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് നിന്നെ വെറുതെ വിടത്തില്ല, നീ നാണം കിട്ട് പോവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ജാനകിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ജാനകി പറഞ്ഞു, ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ദേ അതിൻ്റെ അവസാനം കാണാതെ മടങ്ങത്തില്ല, അത് നീ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാണ്. അങ്ങനെ പരസ്പരം വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നടത്തുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.